താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലും സെന്റ് തോമസ് പള്ളിയിലും വിശുദ്ധ വാരാചരണത്തിനും പുതുഞായർ തിരുനാളിനും ഒരുക്കങ്ങൾ പൂർത്തിയായി. മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെയാണ് വിശുദ്ധ വാര തിരുക്കർമ്മങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. മലയാറ്റൂർ കൺവെൻഷൻ 43ാമത്തെ കൺവെൻഷനാണ്. അത് വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ്. 3 ദിവസത്തെ മലയാറ്റൂർ കൺവെൻഷനോടുകൂടിയാണ് തിരുനാളിൻ്റെ തീർത്ഥാടനത്തിൻ്റെ ആത്മീയതലം പ്രധാനമായിട്ടും ആരംഭിക്കുക. പിന്നീട് വരുന്ന വലിയ ആഴ്ചയിലെ ഓശാന ഞായർ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, പിന്നെ ഈസ്റ്റർ, ഇതാണ് വലിയ ആഴ്ചയിലെ വിശുദ്ധവാര ദിനങ്ങളിലെ പ്രത്യേകമായ കർമ്മങ്ങൾ, ആത്മീയതലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വരുന്ന പുതുഞായർ തിരുനാൾ 18-ാം ഇടവും, ഇതാണ് ഈ ഒരു 4 ആഴ്ച കാലഘട്ടമാണ് പ്രധാനമായും മലയാറ്റൂർ തീർത്ഥാടനത്തോടനുബന്ധിച്ച് നമ്മൾ ആത്മീയ ശുശ്രൂഷകൾ ക്രമീകരിക്കും. മലയാറ്റൂർ തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 365 ദിവസവും മല കയറി പ്രാർത്ഥിക്കുവാനായിട്ട് തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ വലിയ അപകടങ്ങളോ അവർക്ക് അസൗകര്യങ്ങളോ വരാത്ത രീതിയിൽ ഏറ്റവും സുഗമമായ രീതിയിൽ ആത്മസംതൃപ്തിയും ശാരീരികമായ ദേഹ സൗഖ്യവും സുരക്ഷിതവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നമ്മൾ മുൻ വർഷത്തേക്കാളേറെ ഈ വർഷം നേരത്തെ കൂട്ടി തന്നെ നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലും സെന്റ് തോമസ് പള്ളിയിലും വിശുദ്ധ വാരാചരണത്തിനും പുതുഞായർ തിരുനാളിനും ഒരുക്കങ്ങൾ പൂർത്തിയായി. മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെയാണ് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 2-ാം തീയതി പെസഹ വേഴം താഴത്തപ്പള്ളിയിൽ 6 മണിക്ക് കാൽകഴുകൽ ശുശ്രൂഷയോടുകൂടെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട വൈസ് റെക്ടർ ജോസ് ഒഴലക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ മുകളിൽ 7 മണിക്കാണ് കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിക്കുക. തുടർന്ന് വചന സന്ദേശവും പൂർണ്ണദിന ആരാധനയും 2 സ്ഥലത്തും താഴത്തും മുകളിലുമായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച താഴെപ്പള്ളിയിൽ 5:30 ആരാധനയോടുകൂടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ 6:30 പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ തുടങ്ങുക. താഴത്തെ പള്ളിയിൽ വചന സന്ദേശമൊക്കെ നൽകുന്നത് നമ്മുടെ മൈനസ് സെമിനാരിയിലെ റെക്ടർ അച്ഛനായിട്ടുള്ള മാർട്ടിൻ കല്ലിങ്കൽ അച്ഛനൊക്കെയാണ്. മുകളിൽ 6:30 ആരാധനയോടുകൂടി ആരംഭിക്കുന്ന പീഡാനുഭവ വെള്ളിയിലെ തിരുക്കർമ്മങ്ങൾ 6:30 ആരംഭിക്കുന്നു. 7 മണിക്കായിരിക്കും പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. അവിടെ നേതൃത്വം വഹിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എഡ്യൂക്കേഷണൽ മാനേജർ കോർപ്പറേറ്റ് ഏജൻസിയുടെ ഡയറക്ടറായിട്ടുള്ള തോമസ് നങ്ങേലിമാലി അച്ഛനാണ്. പീഡാനുഭവ സന്ദേശം മുൻ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ജോസ് വടക്കനച്ഛൻ. വലിയ ശനിയാഴ്ച അല്ലെങ്കിൽ ദുഃഖ ശനിയാഴ്ച 7 മണിക്കാണ് മുകളിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. താഴെ 6 മണിക്ക് താഴത്തെ പള്ളിയിൽ 6 മണിക്കായിരിക്കും ആരംഭിക്കുക. ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് വലിയ ശനിയാഴ്ച രാത്രി 10:30 ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ താഴെ പള്ളിയിൽ. മുകളിൽ 11:45 ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതുഞായർ തിരുനാൾ ഏപ്രിൽ 9, 10, 11, 12 തീയതികളിൽ 8-ാം ഇടം 17, 18, 19 തീയതികളിലും ആഘോഷിക്കും. താഴത്തെ പള്ളിയിൽ മാർച്ച് 29 ഓശാന ഞായർ ദിവസം രാവിലെ കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, വിശുദ്ധ കുർബാന സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കും. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് കാർമ്മികത്വം വഹിക്കും. പെസഹ വ്യാഴം ദിനമായ ഏപ്രിൽ 2 രാവിലെ കാൽക്കഴുകൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന തുടങ്ങിയവയുണ്ടാകും. സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് കാർമ്മികത്വം വഹിക്കും. ദുഃഖവെള്ളി ദിനമായ ഏപ്രിൽ 3 രാവിലെ പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ, വിശുദ്ധ കുർബാന, കുരിശുവന്ദനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. 43ാമത് മലയാറ്റൂർ ബൈബിൾ കൺവെൻഷൻ മാർച്ച് 26, 27, 28 തീയതികളിലാണ് നടക്കുക. നമ്മളതിനുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ
സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് സർവീസുകൾ അഡീഷണലായിട്ടുണ്ടാകും തിരുനാൾ ദിവസങ്ങളിൽ. എട്ടാമിടം വരെ പ്രത്യേകമായ ഒരു കെയർ നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കുവാനായിട്ടുള്ള എല്ലാ ആലോചനകളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മെഡിക്കൽ എയ്ഡ്, ഫസ്റ്റ് എയ്ഡ് ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണ്, പ്രത്യേകിച്ച് കയറിപ്പോകുന്ന ഇടയ്ക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യങ്ങളോ എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായാൽ അതിനുള്ള നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അടിവാരത്തും ഒന്നാം സ്ഥലത്തും മലമുകളിലും ഡോക്ടേഴ്സിനോട് കൂടിയ മെഡിക്കൽ സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധമായ ജലം ലഭിക്കുവാനായിട്ട് അടിവാരം മുതൽ മലയുടെ മുകളിൽ വരെയുള്ള സംവിധാനങ്ങൾ, പ്രത്യേക അത്യാവശ്യമായ ചായ കാപ്പി അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ലഭിക്കുവാനുള്ള സ്റ്റോൾ സംവിധാനങ്ങൾ, പിന്നെ എന്തെങ്കിലും അപകടം പറ്റിയാൽ സ്ട്രക്ചർ ഡ്യൂട്ടിക്കാരെ അവർ താഴോട്ട് ഇറക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് തീർത്ഥാടകരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭൗതികമായ കാര്യങ്ങൾ. ഫാദർ ജോസ് ഒഴലക്കാട്ട്, ഫാദർ ആൽബിൻ വെള്ളാനിയിൽ, ഫാദർ ആന്റണി നടുവത്തുശ്ശേരി, കൈക്കാരന്മാരായ ജോർലി ഈരത്തറ, ആബേൽ ടിനു തറയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.